പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഐഫോണിലേക്ക് ആൻഡ്രോയിഡിൽ നിന്ന് ഡാറ്റ, അതായത് ഫുൾ ഡാറ്റ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റകളും വിത്ത് വാട്സപ്പ് ചാറ്റുകൾ അടക്കിയിട്ട് നമുക്ക് അതിലേക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാം. അതിനായി നമ്മൾ ആൻഡ്രോയിഡിലും ആൻഡ്രോയിഡ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മളെ ഐഫോൺ നമ്മൾ ഫുൾ ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ എടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഫോൺ ഏത് ഫോണാണെങ്കിലും അത് നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇത് ഫോർമാറ്റ് എടുക്കണം. ഫസ്റ്റായിട്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യാണ് സെറ്റിങ്സിൽ പോയിട്ട്. അപ്പോൾ അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ജനറലിൽ പോയിട്ട് ട്രാൻസ്ഫർ ആൻഡ് റീസെറ്റ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അതിൽ റീസെറ്റ് എന്നുണ്ടാവും, അതുപോലെ റീസെറ്റ് ഓൾ എന്നുണ്ടാവും. അതുമ്പോൾ താഴത്ത് രണ്ടാമത്തെ ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഡാറ്റ മൊത്തം പോവും, ഡാറ്റകളെല്ലാം പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ എന്ന ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ പുതിയ ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡാറ്റ ഉണ്ടാവില്ല. പഴയ ഫോണാണെങ്കിൽ ഡാറ്റകൾ ഫസ്റ്റ് ബാക്കപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ വേറൊരു ഫോണിന് ഇങ്ങോട്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് എറേസ് ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് കിട്ടുള്ളൂ, നമുക്കിത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ഫുൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇത് എറേസ് ചെയ്യുകയാണ് നമ്മൾ മൊത്തത്തിൽ ഫോർമാറ്റ് അടിക്കുക. ഓക്കെ, ജസ്റ്റ് കണ്ടെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആപ്പിൾ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ ലോക്ക് ചോദിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്വേഡ്, അതായത് ആ ഫോണിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് റീസെറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് ഫോർമാറ്റ് ആവും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മളതിൻ്റെ ഐക്കോണും കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യാം. പുതിയ ഫോണാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് ഫോർമാറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ആപ്പിൾ ഐ ഡി പാസ്വേഡും കാര്യങ്ങളും ചോദിക്കുകയെന്നുണ്ടെങ്കിൽ എറേസ് കൊടുക്കുക കേട്ടോ. പാസ്വേഡ് കൊടുത്തതിന് ശേഷം എറേസ് കൊടുക്കുക, ഫുള്ള് ഫോർമാറ്റ് ആവും. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഓപ്പൺ മെനു ആയിരിക്കും വരുന്നുണ്ടാകുക, അതായത് ഹലോ മൂഡ് എന്ന് പറഞ്ഞ മൂഡിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. നമ്മളിതിൽ വൈഫൈ രണ്ടിലും വൈഫൈ കണക്ട് ചെയ്യണം. അതേപോലെ നമ്മൾ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരുപാട് നെക്സ്റ്റ് ഓപ്ഷൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ടൈമിങ് വൈഫൈൻ്റെ സ്പീഡ് പോലും, അതേപോലെ ഡാറ്റകൾ എത്രത്തോളം ഡാറ്റ നമ്മൾ സ്റ്റോറേജിലുണ്ടോ അതിനനുസരിച്ച് പോലും നമ്മൾ സ്പീഡിൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കുറച്ച് ഡാറ്റകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഐഫോണിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഏത് കൺട്രി അത് സെലക്ട് ചെയ്യാം. അതുപോലെ സ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വൈഫൈ കണക്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള വൈഫൈ കണക്ട് ചെയ്യാം. നല്ല ഹൈ സ്പീഡിലെ വൈഫൈ ആണ് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഓപ്ഷൻ വരും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡാറ്റ പ്രൈവസി കൊടുക്കുക. ഫേസ് ഐ ഡിക്ക് ലേറ്റർ കൊടുക്കുക. അതൊക്കെ വീണ്ടും പിന്നെ സെറ്റ് ചെയ്താൽ മതി. അതേപോലെ ലോക്കും കാര്യങ്ങളും പിന്നെ കൊടുക്കുക. അതൊക്കെ നമ്മൾ പാസ്കോഡ് എന്നുള്ള ഭാഗത്ത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഒരു പാസ്വേഡ് വേണമെങ്കിൽ 1 2 3 കൊടുത്തിട്ട് ജസ്റ്റ് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ഇനി അടുത്തുള്ള വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നെക്സ്റ്റ് അടുത്ത വർക്ക് വെച്ച് നമ്മളെ സാംസങ്ങിലോ നമ്മളെ ഇതിലോ പോയിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഫ്രം ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഈ iOS എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. ഇനി ആൻഡ്രോയിഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അവിടെ പോയിട്ട് നമുക്ക് മൂവ് ടു iOS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യാൻ അങ്ങനെ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ജസ്റ്റ് പോയി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി മൂവ് ടു iOS എന്നുള്ള. ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയൊരു MB ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ അഗ്രി കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി നമ്മളവിടെ കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ ജസ്റ്റ് അഗ്രി കൊടുക്കുക. അതുപോലെ എല്ലാം സ്റ്റാർട്ട് മുകളിലുള്ള ഭാഗത്ത് തന്നെ സെൻഡ് കൊടുക്കുക. ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കുക. ലൊക്കേഷൻ്റെ കാലോ കൊടുക്കുക.
ഇനി ഫൈൻഡ് യുവർ കോഡ്, ആ കോഡ് നമുക്ക് സ്കാൻ ചെയ്യണം. അപ്പോൾ ഇതിലൊരു കോഡ് വരും, ജസ്റ്റ് കാണിച്ചു തരാം. ഐഫോണിലൊരു കോഡ് ഉണ്ടാവും. ഐഫോണിൽ നമ്മൾ അവിടെ ഒരു കോഡ്, ഈ കോഡാണ് ഇത് നമ്മുടെ സ്ക്രീൻ കോഡാണ്, സ്ക്രീൻ ലോക്കാണ് നമ്മൾ നേരത്തെ ഇട്ട. ഇത് നമ്മൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ ഒരു കോഡ് അവർ കാണിച്ചു തരും. ഓക്കെ, ഈ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെയിം കോഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണാം, അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കാണാൻ പറ്റും. ഇനി അവർ ചോദിക്കുന്നത് നമുക്ക് എന്തൊക്കെ ഡാറ്റകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ വേണ്ട ഡാറ്റകൾ, മെസ്സേജ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് വേണ്ട എല്ലാ ഡാറ്റകളും ടിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഓരോന്നിന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ എല്ലാം ടിക്കാവും. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ടാവും. വാട്സപ്പ് ചാറ്റ് വരെ അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മൊത്തം നമ്മൾ ഏതൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി എന്നുള്ള ആ ഡാറ്റ മൊത്തം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കാം. ടിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടുത്ത് സെൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാകുക. നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്യാം. എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണായിട്ട് കണക്റ്റഡ് ആയതുണ്ട്. അപ്പോൾ ഇനി ട്രാൻസ്ഫറിങ് ടൈം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഡാറ്റ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ട്രാൻസ്ഫർ ഡൺ ഉണ്ട്, ഓൾറെഡി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് വലിയ ഡാറ്റ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു വീഡിയോ മാത്രമായതുകൊണ്ടാണ്. അപ്പോൾ ട്രാൻസ്ഫർ കംപ്ലീറ്റ് എന്ന് കാണിക്കും. പിന്നെ നമ്മൾ ആപ്പ് ഐ ഡി കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാം. നമ്മുടെ ഡാറ്റകളൊക്കെ അതിലേക്ക് ബാക്കപ്പ് ആയത് കാണാൻ പറ്റും. ഇതുപോലെയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഐ ഡി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിൻ്റെ ശേഷം കാണാം. കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ സെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഐഫോൺ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിലുള്ള ഡാറ്റയും അതിലുള്ള ഡാറ്റയൊക്കെ സെയിം ഡാറ്റകൾ, ഫോട്ടോസുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതും സെയിമാണ്. അപ്പോൾ ഡാറ്റകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡാറ്റകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് നമ്മൾ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ട്. വാട്സപ്പ് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൊടുത്തതിൻ്റെ ശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ എന്നുള്ളൊരു ഓപ്ഷൻസ് വരും. ആ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കത് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ തന്നെ നമ്മുടെ ഡാറ്റകളെല്ലാം അതിലേക്ക് ആഡ് ആകുന്നുണ്ടാവും. ഓക്കെ, ഇതുപോലെയാണ് നമുക്ക് ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.